കോൺകോഡിന്റെ ഭാഗം 3 ആണ്. ഇത് കാണുന്നതിന് മുൻപേ 1ഉം 2ഉം കണ്ടതിന് ശേഷം മാത്രം ഇത് കാണാം. ഇവിടെ കോൺകോഡിൽ ഓറ്, ഐദർ ഓറ്, നൈദർ നോറ്, നോട്ട് ഓൺലി, ബട്ട് ആൾസോ എന്നീ കൊണ്ട് രണ്ട് സബ്ജക്റ്റുകളെ തമ്മിൽ ബന്ധിപ്പിച്ച് കഴിഞ്ഞാൽ രണ്ടാമത്തെ സബ്ജക്റ്റിന് അനുസരിച്ചായിരിക്കണം നമ്മൾ വെർബ് ചേർക്കേണ്ടത്. ഓറ്, ഐദർ ഓറ്, നൈദർ നോറ്, നോട്ട് ഓൺലി, ബട്ട് ആൾസോ ഈ വേർഡുകൾ ഉപയോഗിച്ച് രണ്ട് സബ്ജക്റ്റുകളെ തമ്മിൽ ബന്ധിപ്പിച്ചിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ സബ്ജക്റ്റ് ഏതാണോ അത് പ്ലൂരൽ ആണെങ്കിൽ പ്ലൂരൽ വെർബ്, സിംഗുലർ ആണെങ്കിൽ സിംഗുലർ വെർബാണ് യൂസ് ചെയ്യേണ്ടത്. ഉദാഹരണത്തിന് നൈദർ ദ ചെയർമാൻ നോർ ദ മെമ്പർ ഹാവ് കം. ഇവിടെ നൈദറിന് ശേഷം ചെയർമാൻ എന്നത് സിംഗുലർ ആണ്, നോറിന് ശേഷം വന്ന ദ മെമ്പേഴ്സ് എന്നത് പ്ലൂരലാണ്. ഈ ദ മെമ്പേഴ്സ് എന്ന പ്ലൂരലിന് അനുസരിച്ചിട്ടാണ് ഇവിടെ ഹാവ് എന്ന പ്ലൂരൽ വെർബ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നൈദർ നോർ എന്നത് ഉപയോഗിച്ച് രണ്ട് സബ്ജക്റ്റുകൾ ദ ചെയർമാൻ, ദ മെമ്പേഴ്സ് എന്ന രണ്ട് സബ്ജക്റ്റുകളെ തമ്മിൽ ബന്ധിപ്പിച്ചിട്ടുണ്ട്. അതിൽ രണ്ടാമത്തെ സബ്ജക്റ്റ് ദ മെമ്പേഴ്സ് എന്നതിനനുസരിച്ചിട്ടാണ് ഇവിടെ വെർബ് ഹാവ് എന്ന പ്ലൂരല് ചേർത്തിരിക്കുന്നത്. അതുപോലെ നോട്ട് ഓൺലി ദ മെമ്പേഴ്സ് ബട്ട് ആൾസോ ദ ചെയർമാൻ ഹാസ് കം. ഇവിടെ നോട്ട് ഓൺലിക്ക് ശേഷം ദ മെമ്പേഴ്സ് എന്നത് പ്ലൂരൽ ആണ്, ബട്ട് ആൾസോയ്ക്ക് ശേഷം വരുന്ന ദ ചെയർമാൻ എന്നത് സിംഗുലർ ആണ്. അപ്പോൾ നോട്ട് ഓൺലി ബട്ട് ആൾസോ വെച്ചിട്ട് രണ്ട് സബ്ജക്റ്റുകളെ തമ്മിൽ ബന്ധിപ്പിച്ചിട്ടുണ്ട്. അതിനുശേഷം രണ്ടാമത്തെ സബ്ജക്റ്റായ ദ ചെയർമാൻ എന്ന സിംഗുലറിന് അനുസരിച്ചിട്ടാണ് ഇവിടെ സിംഗുലർ വെർബ് ഹാസ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി ഈ വേർഡ്സുകൾ കാണാതെ പഠിക്കണം. കാറ്റിൽ, കാവലറി, ക്ലർഗി, ജെൻട്രി, പീപ്പിൾ, പോലീസ് ഇവ ഏതെങ്കിലും ഒരു സെന്റൻസിൽ തന്നിട്ടുണ്ടെങ്കിൽ അവിടെ വന്ന ഡാഷിൽ ചേർക്കേണ്ട വെർബ് പ്ലൂരൽ വെർബായിരിക്കണം. അപ്പോൾ കാറ്റിൽ, കാവലറി, ക്ലർഗി, ജെൻട്രി, പീപ്പിൾ, പോലീസ്. ഈ പോലീസൊക്കെ PSCയിൽ കുറേ പ്രാവശ്യം ചോദിച്ചിട്ടുള്ള കാര്യമാണ്, പീപ്പിള്, പോലീസ് കാര്യങ്ങളൊക്കെ. അപ്പോൾ കാറ്റിൽ, കാവലറി, ക്ലർഗി, ജെൻട്രി, പീപ്പിൾ, പോലീസ് ഇവ ഏതെങ്കിലും ഒരു സെന്റൻസിൽ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ചേർക്കേണ്ട വെർബ് പ്ലൂരൽ ആയിരിക്കണം. പിന്നെ ന്യൂസ്, സම්വൺസ്, ക്രോസ് റോഡ്സ്, വേജസ്, പൊളിറ്റിക്സ്, ഫിസിക്സ്, മാത്തമാറ്റിക്സ്, എക്കണോമിക്സ്, ഡിസീസസ് ലൈക്ക് മീസിൽസ്, മംസ്, റിക്കറ്റ്സ് ഈ വാക്കുകളൊക്കെ കണ്ടാൽ പ്ലൂറലാണെന്ന് തോന്നുമെങ്കിലും അവ സിംഗുലർ ആണ്. അപ്പോൾ ഇങ്ങനത്തെ വേർഡുകൾ സെന്റൻസിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിൽ ചേർക്കേണ്ടത് സിംഗുലർ വെർബാണ്. ഉദാഹരണത്തിന് ദ കാറ്റിൽ ആർ ഗ്രാസിംഗ് ഇൻ ദ ഫീൽഡ്. കണ്ടോ, ഇവിടെ കാറ്റിൽ തന്നിട്ടുണ്ട്, കാറ്റിൽ പ്ലൂറൽ ആണ്, അതുകൊണ്ട് ഇവിടെ പ്ലൂറൽ വെർബ് ആർ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി മാത്തമാറ്റിക്സ് ഈസ് എ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സബ്ജക്റ്റ്. കണ്ടോ, മാത്തമാറ്റിക്സ് എന്ന് കണ്ടാൽ അത് പ്ലൂറലാണെന്ന് തോന്നുമെങ്കിലും അത് സിംഗുലർ വേർഡാണ്. അപ്പോൾ അതിന് നമ്മൾ ചേർക്കേണ്ട വെർബ് സിംഗുലർ ആണ്. ഇവിടെ ഈസ് സിംഗുലർ ആണ്, അതുകൊണ്ടാണ് ചേർത്തിരിക്കുന്നത് സിംഗുലർ. മാത്തമാറ്റിക്സ് ഈസ് എ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സബ്ജക്റ്റ്. ഇനി മോസ്റ്റ് ഓഫ്, ലോട്ട് ഓഫ്, ഹാഫ് ഓഫ്, പ്ലെന്റി ഓഫ്, എ ഗ്രേറ്റ് ഡീൽ ഓഫ് ഇവയ്ക്ക് ശേഷം വരുന്നത് ഒരു കൗണ്ടബിൾ നൗൺ ആണെങ്കിൽ അതിനുശേഷം വരുന്ന വെർബ് പ്ലൂരൽ വെർബായിരിക്കണം. മോസ്റ്റ് ഓഫ്, ലോട്ട് ഓഫ്, ഹാഫ് ഓഫ്, പ്ലെന്റി ഓഫ്, എ ഗ്രേറ്റ് ഡീൽ ഓഫ് ഇവയ്ക്ക് ശേഷം വരുന്നത് കൗണ്ടബിൾ നൗൺ. കൗണ്ടബിൾ നൗൺ പറഞ്ഞാൽ നമുക്ക് എണ്ണി തീർക്കാൻ സാധിക്കുന്ന അങ്ങനത്തെ നാമങ്ങളെയാണ് കൗണ്ടബിൾ നൗൺ എന്ന് പറയുന്നത്. അങ്ങനെ കൗണ്ടബിൾ നൗൺ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ചേർക്കേണ്ടത് പ്ലൂരൽ വെർബാണ്. ഇനി ഈ മോസ്റ്റ് ഓഫ്, ലോട്ട് ഓഫ്, ഹാഫ് ഓഫ്, പ്ലെന്റി ഓഫ്, എ ഗ്രേറ്റ് ഡീൽ ഓഫിന് ശേഷം അൺകൗണ്ടബിൾ നൗൺ ആണ് വന്നിട്ടുള്ളതെങ്കിൽ, അതായത് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റാത്ത നാമങ്ങളാണ് വന്നിട്ടുള്ളതെങ്കിൽ, ഉദാഹരണത്തിന് പഞ്ചസാരയൊക്കെ നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള നാമങ്ങൾ, വെള്ളം, പഞ്ചസാര അങ്ങനത്തെ കാര്യങ്ങളൊന്നും എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റില്ല. അങ്ങനെയുള്ളതൊക്കെയാണ് വന്നിട്ടുള്ളത് എങ്കിൽ അവിടെ സിംഗുലർ വെർബാണ് യൂസ് ചെയ്യേണ്ടത്. എ ലോട്ട് ഓഫ് വേക്കൻസീസ് ആർ റിപ്പോർട്ടഡ്. ഇവിടെ കണ്ടോ, വേക്കൻസി എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റും. അപ്പോൾ അതിനുശേഷം യൂസ് ചെയ്തിരിക്കുന്നത് ആർ എന്ന പ്ലൂരൽ വെർബാണ്. അപ്പോൾ എ ലോട്ട് ഓഫിന് ശേഷം എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റിയ കൗണ്ടബിൾ നൗണായ വേക്കൻസീസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ആർ എന്ന പ്ലൂരൽ വെർബാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എ ലോട്ട് ഓഫ്, ഹാഫ് ഓഫ്, പ്ലെന്റി ഓഫ്, എ ഗ്രേറ്റ് ഡീൽ ഓഫ് എന്നിവയ്ക്ക് ശേഷം കൗണ്ടബിൾ നൗൺ യൂസ് ചെയ്താൽ പ്ലൂരൽ വെർബാണ് യൂസ് ചെയ്യേണ്ടത്. ഇനി പ്ലെന്റി ഓഫ് ഷുഗർ ഈസ്
ലോസ്റ്റ്. ഇവിടെ ഷുഗർ എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റില്ല. പ്ലെന്റി ഓഫിന് ശേഷം എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റാത്ത അൺകൗണ്ടബിൾ നൗൺ ആണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഈസ് ആണ്, സിംഗുലർ വെർബാണ്. ഇനി ബോത്ത്, ഫ്യൂ, എ ഫ്യൂ, സെവറൽ ഇവ ഏതെങ്കിലും ഒരു സെന്റൻസിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇവയിലാണ് ആരംഭിക്കുന്നത് എങ്കിൽ അവിടെ പ്ലൂറൽ വെർബാണ് യൂസ് ചെയ്യേണ്ടത്. ബോത്ത്, ഫ്യൂ, എ ഫ്യൂ, സെവറൽ എന്നിവയ്ക്ക് ശേഷം പ്ലൂറൽ വെർബാണ് യൂസ് ചെയ്യേണ്ടത്. A few students are good at English. ഇവിടെ കണ്ടോ, a fewന് ശേഷം സ്റ്റുഡൻസ് എന്നത് പ്ലൂറൽ ആണ്. അതിനുശേഷം പ്ലൂറൽ വെർബാണ് യൂസ് ചെയ്തിരിക്കുന്നത്. a fewന് ശേഷം തന്നിരിക്കുന്ന നൗണ് പ്ലൂറൽ നൗൺ ആണ്. അതിനുശേഷം പ്ലൂറൽ വെർബാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ വൺ ഓഫ് ദയ്ക്ക് ശേഷം പ്ലൂറൽ നൗണും സിംഗുലർ വെർബുമാണ് യൂസ് ചെയ്യേണ്ടത്. അതായത് ഒരു സെന്റൻസ് ആരംഭിക്കുന്നത് വൺ ഓഫ് ദയിലാണെങ്കിൽ അതിനുശേഷം ഈ വൺ ഓഫ് ദയ്ക്ക് ശേഷം വരുന്നത് എന്തായാലും പ്ലൂറൽ നൗൺ ആയിരിക്കണം. അതിനുശേഷം വരുന്നത് ഉറപ്പായും സിംഗുലർ വെർബും ആയിരിക്കണം. ഇനി എക്സാമ്പിൾ വൺ ഓഫ് ദ ബോയ്സ് കംസ് ഹെർ. കണ്ടോ, ബോയ്സ് എന്നത് പ്ലൂറൽ നൗൺ ആണ്, കംസ് എന്നത് സിംഗുലർ വെർബുമാണ്. വൺ ഓഫ് ദയ്ക്ക് ശേഷം പ്ലൂറൽ നൗണും സിംഗുലർ വെർബും യൂസ് ചെയ്തിരിക്കുന്നു. ഇനി മെനി, എ ഗുഡ് മെനി എന്നിവയ്ക്ക് ശേഷം പ്ലൂറൽ നൗണും പ്ലൂറൽ വെർബുമാണ് യൂസ് ചെയ്യേണ്ടത്. മെനി, എ ഗുഡ് മെനി എന്നിവയ്ക്ക് ശേഷം പ്ലൂറൽ നൗണും പ്ലൂറൽ വെർബുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഉദാഹരണത്തിന് മെനി സ്റ്റുഡൻസ് ആർ പ്രസന്റ് ടുഡേ. ഇവിടെ കണ്ടോ, മെനിക്ക് ശേഷം സ്റ്റുഡൻസ് എന്ന പ്ലൂറൽ നൗൺ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ആർ എന്ന പ്ലൂറൽ വെർബാണ് യൂസ് ചെയ്തിരിക്കുന്നത്. മെനി എക്ക് ശേഷം ഇവിടെ മെനിയും മെനി മാത്രമേ ഉള്ളൂ, പിന്നെ എ ഗുഡ് മെനിയാണ്. ഇവിടെ മെനി എക്ക് ശേഷം സിംഗുലർ നൗണും സിംഗുലർ വെർബും. മെനി എ എന്നാണ് തന്നിരിക്കുന്നത്, മെനി എ. ഇത് മാറിപ്പോവാൻ ചാൻസ് ഉണ്ട്. മെനിയും എ ഗുഡ് മെനിക്കും ശേഷമാണ് പ്ലൂറൽ നൗണും പ്ലൂറൽ വെർബും. എന്നാൽ മെനി എക്ക് ശേഷം വരുന്നത് സിംഗുലർ നൗണും സിംഗുലർ വെർബുമാണ്. എ നമ്പർ ഓഫ് അതിന് ശേഷം വരേണ്ടത് പ്ലൂറൽ നൗണും പ്ലൂറൽ വെർബും. എ നമ്പർ ഓഫ് ഒരു സെന്റൻസ് ആരംഭിക്കുന്ന എ നമ്പർ ഓഫിലാണെങ്കിൽ അതിനുശേഷം പ്ലൂറൽ നൗണും പ്ലൂറൽ വെർബും യൂസ് ചെയ്യണം. ഉദാഹരണത്തിന് എ നമ്പർ ഓഫ് ഫ്ലവേഴ്സ് ആർ ഗിവൻ ഹെർ. കണ്ടോ, എ നമ്പർ ഓഫിന് ശേഷം ഫ്ലവേഴ്സ് എന്ന പ്ലൂറൽ നൗണും ആർ എന്ന പ്ലൂറൽ വെർബും യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി ദ നമ്പർ ഓഫ് എന്നതിന് ശേഷം പ്ലൂറൽ നൗണും സിംഗുലർ വെർബുമാണ് യൂസ് ചെയ്യേണ്ടത്. ദ നമ്പർ ഓഫ് എന്നതിന് ശേഷം പ്ലൂറൽ നൗണും സിംഗുലർ വെർബും. ദ നമ്പർ ഓഫ് മാംഗോസ് ഇൻ ദ ബാസ്കറ്റ് ഈസ് 100. ഇത് നമ്പർ ഓഫ് എന്നതിന് ശേഷം മാംഗോസ് എന്ന പ്ലൂറൽ നൗണും യൂസ് ചെയ്തിട്ടുണ്ട്, ഈസ് എന്ന സിംഗുലർ വെർബും യൂസ് ചെയ്തിട്ടുണ്ട്. ഇതേപോലെ തന്നെയാണ് മോർ ദാൻ വണ്ണിന് ശേഷം സിംഗുലർ നൗണും സിംഗുലർ വെർബും. മോർ ദാൻ വണ്ണിന് ശേഷം സിംഗുലർ നൗണും സിംഗുലർ വെർബും. കാരണം ഇവിടെ വണ്ണിനെ കുറിച്ചാണല്ലോ പറയുന്നത്. മോർ ദാനിന് ശേഷമാണെങ്കിൽ പ്ലൂറൽ നൗണും പ്ലൂറൽ വെർബുമാണ് യൂസ് ചെയ്യേണ്ടത്. മോർ ദാനിന് ശേഷമാണെങ്കിൽ പ്ലൂറൽ നൗണും പ്ലൂറൽ വെർബുമാണ് യൂസ് ചെയ്യേണ്ടത്. ഇനി ഇതിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഉൾപ്പെടുത്തിയിട്ട് അടുത്ത പ്രാവശ്യം എടുക്കാവുന്ന